ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മിനി സ്വിങ് മെഷീനിൽ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നുള്ള ട്യൂട്ടോറിയലാണ്, പിന്നെ അതിൻ്റെ റിവ്യൂ. ഞാൻ ഈ മെഷീൻ വാങ്ങിയിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഇതിൻ്റെ പ്രൈസ് 1100 രൂപയാണ്. 1100 രൂപയ്ക്ക് കുഴപ്പമില്ലാത്ത മെഷീനാണ്. ഞാൻ ഈ മെഷീൻ വാങ്ങിയിട്ടൊരു 3 months ആയി. ഇതുവരെ കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല. ഇങ്ങനൊരു മെഷീൻ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. വീട്ടിലുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും, ബനിയൻ ക്ലോത്ത് ഒഴികെ. ജീൻസ് ആയാലും സ്റ്റിച്ച് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ബിഗിനേഴ്സിനോട് പറയാനുള്ളത്, ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. ബോബിൻ വൈൻഡ് ചെയ്യുന്നതായിക്കോട്ടെ, നൂല് ഇട്ട് കൊടുക്കുന്നതും ഒക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ സ്റ്റിച്ച് മോശമാകാനും അതുപോലെ തന്നെ മെഷീൻ കേടാകാനും സാധ്യതയുണ്ട്. ഇനി നമുക്ക് മെഷീൻ്റെ പാർട്സും ആക്സസറീസും പരിചയപ്പെടാം. നമ്മൾ മെഷീൻ വാങ്ങിക്കുമ്പോൾ 4 ബോബിനും ഒരു നീഡിൽ ത്രെഡർ, ഒരു നീഡിലുമാണ് ലഭിക്കുന്നത്. ഇതാണ് മെഷീൻ്റെ ഫുഡ് പെഡൽ. ഇത് ഹാൻഡിൽ ചെയ്യാൻ വളരെ സിമ്പിളാണ്. ചെറിയൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ മെഷീൻ ഓൺ ആവുകയും അതുപോലെ തന്നെ ആ ഫോഴ്സ് റിലീസ് ചെയ്യുന്ന സമയത്ത് അത് ഓഫ് ആവുകയും ചെയ്യും. ബിഗിനേഴ്സ് ആണെങ്കിൽ ഫുഡ് പെഡൽ യൂസ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകാം. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ മെഷീൻ്റെ ഓൺ ഓഫ് ബട്ടൺ യൂസ് ചെയ്താൽ മതി. ഇനി വരുന്നത് മെഷീൻ്റെ അഡാപ്റ്ററാണ്. ഇത് സാധാരണ നമ്മുടെ മൊബൈലിൻ്റെ ഒക്കെ അഡാപ്റ്റർ പോലെയുള്ള നോർമൽ ഒരു അഡാപ്റ്ററാണ് വരുന്നത്. ഇനി നമുക്ക് ഫുഡ് പെഡലും അഡാപ്റ്ററും കണക്ട് ചെയ്യുന്ന പോർഷൻ നോക്കാം. ഈ മേലത്തെ ഭാഗത്താണ് നമ്മുടെ ഫുഡ് പെഡൽ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. താഴത്തെ ഭാഗത്തായിട്ട് അഡാപ്റ്ററും കണക്ട് ചെയ്ത് കൊടുക്കും. അപ്പം നമുക്കിതിൻ്റെ അഡാപ്റ്ററും ഫുഡ് പെഡലും ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഈ മെഷീൻ വളരെ ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് 800 ഗ്രാമാണ്. ഇലക്ട്രിസിറ്റി അവൈലബിൾ അല്ലെങ്കിലോ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെയാണ് ഈ മെഷീൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മെഷീൻ്റെ അടിഭാഗത്തായിട്ട് ബാറ്ററി ഇട്ട് കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട്. 4 ബാറ്ററിക്കുള്ള സ്പേസാണ് കൊടുത്തിട്ടുള്ളത്. ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ബാറ്ററി യൂസ് ചെയ്തിട്ടും എല്ലാ ഡ്രസ്സും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് മെഷീൻ്റെ ഓരോ പാർട്സും അതിൻ്റെയൊക്കെ ഫങ്ഷൻസും എന്താണെന്ന് നോക്കാം. ഈ ഒരു ഭാഗമാണ് നമ്മുടെ മെഷീൻ്റെ ഹാൻഡ് വീല്. ഹാൻഡ് വീലിൻ്റെ നടുഭാഗത്തായിട്ടുള്ളതാണ് നമ്മുടെ ബോബിൻ വൈൻഡർ. നമ്മളിതൊന്ന് പ്രസ് ചെയ്തിട്ട് നമ്മൾ ഇരിക്കുന്ന ഡയറക്ഷനിലേക്ക് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ഉള്ളിലേക്ക് പോവുകയും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പ്രസ് ചെയ്തുകൊണ്ട് കറക്കി കഴിഞ്ഞാൽ അത് റിലീസ് ആവുകയും ചെയ്യും. ഇനി അടുത്തതായിട്ട് വരുന്നത് ഈ 3 ബട്ടനാണ്. ഇതിൽ കാണുന്ന മുകളിലത്തെ ബട്ടനാണ് ലൈറ്റിൻ്റെത്. നമ്മുടെ ഈ മെഷീന് ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓൺ ഓഫ് ബട്ടനാണ് ഈ മുകളിലേക്ക് കാണുന്നത്. ഇതൊന്ന് പ്രസ് ചെയ്ത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റ് ഓഫ് ആവും. ഇനി സെൻട്രൽ കാണുന്ന ഈ റൗണ്ട് ബട്ടനാണ് നമ്മുടെ മെഷീൻ ഓൺ ഓഫ് ബട്ടനാണ്. ഇനി അടുത്തത് താഴെ ഭാഗത്ത് വരുന്ന ബട്ടൺ നമ്മുടെ സ്പീഡ് കൺട്രോളിങ്ങിന് വേണ്ടിയിട്ടുള്ള ബട്ടനാണ്. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പീഡ് കൂടുകയും അതുപോലെ തന്നെ റിലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പീഡ് കുറയുകയും ചെയ്യും. ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ബോബിൻ ഹോൾഡർ. ബോബിൻ വൈൻഡ് ചെയ്ത് നൂലിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇത് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്പൂൾ പിൻ യൂസ് ചെയ്യാവുന്നതാണ്, നമ്മൾ സാധാരണ ഓർഡിനറി മെഷീനിലൊക്കെ ചെയ്യുന്നത് പോലെ. ഇതൊന്ന് പതുക്കെ വലിച്ചു കൊടുത്താൽ തന്നെ ഇളകി വരും. ബോബിൻ അഴിച്ചെടുത്തതിന് ശേഷം ബോബിൻ വൈൻഡ് ചെയ്യണം. അതിന് ശേഷമാണ് നമ്മൾ ഇതിട്ട് കൊടുക്കേണ്ടത്. ഇത് ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പൂൾ പിൻ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓർഡിനറി മെഷീനൊക്കെ നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യാറ്. ഇനി ഇത് ഇട്ട് കൊടുക്കുമ്പോഴേക്കും നമ്മൾ ആദ്യമായിട്ട് ഈ സ്പ്രിങ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം വേണം നമ്മൾ ബോബിൻ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതവിടെ ഹോൾഡ് ആയിക്കോളും. ബോബിൻ അഴിച്ചെടുക്കുമ്പോഴും ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നും തന്നെ അധികം ഫോഴ്സ് ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഫോഴ്സ് ചെയ്ത് ചെയ്യുമ്പോൾ അത് സ്പ്രിങ് ഒക്കെ ഇളകി തെറിക്കാൻ സാധ്യതയുണ്ട്. ലൈറ്റ് വെയ്റ്റ് മെഷീൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കേടുവരികയും ചെയ്യും. ഇനി വരുന്നത് ഇത് നമ്മുടെ സാധാരണ മെഷീനിലൊക്കെ ഉള്ള പോലത്തെ ടെൻഷനാണ്. നൂലിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇനി വരുന്നത് നമ്മുടെ സ്പൂൾ പിന്നാണ്. ഇത് നമുക്കൊന്ന് ഉയർത്തി കൊടുത്തിട്ട് അതിൽ ത്രെഡ് ഇട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ പിന്നെ ബോബിൻ വൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സ്പൂൾ പിന്ന് താഴ്ന്നു പോയിക്കൊള്ളും. ടേക്കപ്പ് ലിവർ ഉയർത്താനും താഴ്ത്താനും ഒക്കെ നമ്മൾ ഹാൻഡ് വീല് തിരിച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ നീഡിൽ ഉയർത്താനും താഴ്ത്താനും ഈ ഹാൻഡ് വീല് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മതി. ഇനി വരുന്ന പോർഷൻ ത്രെഡ് കട്ടറാണ്. നമ്മുടെ ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പോർഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ നീഡിലിൻ്റെ മുകളിലായിട്ട് ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ത്രെഡ് കട്ടറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും യൂസ്ഫുള്ളാണത്. ഇനി വരുന്നത് പ്രഷർ ഫുട്ട് ലിവറാണ്. നമ്മുടെ പ്രഷർ ഫുട്ട് താഴ്ത്താനോ ഉയർത്താനോ ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ പ്രഷർ ഫുട്ട് ലിവർ യൂസ് ചെയ്യുന്നത്. പ്രഷർ ഫുട്ട് ലിവർ പൊക്കി കൊടുക്കുമ്പോൾ നമ്മുടെ പ്രഷർ ഫുട്ട് പൊങ്ങി വരികയും അതുപോലെ തന്നെ താഴ്ത്തുമ്പോൾ താഴ്ന്നു വരികയും ചെയ്യും. ഇനി വരുന്നത് നമ്മുടെ ബോബിൻ ഇട്ട് കൊടുക്കുന്ന പോർഷനാണ്. ഇത് നമ്മളൊന്ന് പ്രസ് ചെയ്ത് വലിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ബോബിൻ വൈൻഡ് ചെയ്ത് ഇവിടെ പ്ലേസ് ചെയ്തതിന് ശേഷം അതുപോലെ തന്നെ പ്രസ് ചെയ്തൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം.
അത്ര മാത്രമേ ഇതിന് വേണ്ടൂ. ഇത് സാധാരണ നമ്മുടെ ഓർഡിനറി മെഷീനിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഈ മെഷീനിലും ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ മെഷീൻ്റെ പാർട്സൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ബോബിൻ എങ്ങനെ ബൈൻഡ് ചെയ്ത് ത്രെഡ് ഇട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. നമ്മുടെ സ്പൂൾ പിന്ന് ഉയർത്തിയിട്ട് നമ്മുടെ അവിടെ ത്രെഡ് ഇട്ടു. അതിനുശേഷം ബോബിൻ ഹോൾഡറിൽ ബോബിൻ ഫിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ത്രെഡ് ഇട്ട് കൊടുക്കാം. ബോബിൻ വൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫുഡ് പെഡൽ യൂസ് ചെയ്യുന്നില്ല. ഞാൻ ബട്ടൺ ഓൺ ചെയ്തിട്ട് ഒരു കൈ കൊണ്ട് ത്രെഡ് റിലീസ് ചെയ്ത് മറ്റൊരു കൈ കൊണ്ട് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ത്രെഡ് ചുറ്റിക്കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ബോബിൻ അയച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് ത്രെഡ് കട്ടർ എങ്ങനെയാണ് യൂസ് ചെയ്യാമെന്ന് നോക്കാം. ത്രെഡ് കട്ടർ യൂസ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഇതാ ത്രെഡ് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം താഴോട്ടൊന്ന് വലിച്ചു കൊടുക്കുക. ഈസി ആയിട്ട് കട്ടായിട്ട് വരും. ഇനി നമുക്ക് ബോബിൻ പ്ലേസ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വലിച്ചു കൊടുക്കുക. അപ്പോഴത്തേക്കും അത് ഓപ്പൺ ആയിട്ട് വരും. അതിനുശേഷം ബോബിൻ പ്ലേസ് ചെയ്യുക. എന്നിട്ട് അതേപോലെ തന്നെ നമ്മൾ പ്രസ് ചെയ്തിട്ട് അടച്ചു കൊടുക്കുക. നൂലിട്ട് കൊടുക്കുമ്പോഴും ബോബിൻ പ്ലേസ് ചെയ്യുമ്പോഴും ഒക്കെ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റിച്ച് മോശമാവാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് അതൊക്കെ ഒന്ന് കെയർഫുള്ളായിട്ട് ചെയ്യുക. ഇനി നമുക്ക് നൂലെങ്ങനെ ഇട്ട് കൊടുക്കാൻ നോക്കാം. ഞാൻ ബോബിൻ വൈൻഡ് ചെയ്യുന്നില്ല. അതിന് പകരം സ്പൂൾ പിൻ ഉയർത്തിയിട്ട് അവിടെ ത്രെഡ് ഇട്ട് കൊടുക്കുകയാണ്. സ്പൂൾ പിൻ ഉയർത്തി ത്രെഡ് ഇട്ടു. അതിനുശേഷം താഴെ ഇതിലൂടെ ഞാൻ ത്രെഡ് പാസ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ ടെൻഷനിലേക്ക് കൊടുക്കുകയാണ്. ടെൻഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഒന്ന് വലിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അധികം ടൈറ്റ് ആവാനോ അധികം ലൂസ് ആവാനും പാടില്ല. സോ അതിനുശേഷം ടെൻഷനിലേക്ക് കൊടുത്തു. അതിനുശേഷം ടെൻഷൻ്റെ അപ്പുറത്ത് കാണുന്ന ഹോളിലൂടെ നമ്മൾ ത്രെഡ് പാസ് ചെയ്ത് കൊടുക്കണം. നമ്മൾ സാധാ ഓർഡിനറി മെഷീനിൽ ചെയ്യുന്ന സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇതിലും ചെയ്യുന്നത്. ഇനി നമ്മൾ നൂലിട്ട് കൊടുക്കാൻ പോകുന്നത് ടേക്കപ്പ് ലെവലിലേക്കാണ്. ടേക്കപ്പ് ലെവൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹാൻഡ് വീൽ കറക്കി കൊടുത്താൽ മതി. നമ്മളിരിക്കുന്ന പോർഷനിലേക്ക് ഹാൻഡ് വീൽ കറക്കിയിട്ട് നമുക്ക് ടേക്കപ്പ് ലെവൽ ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യാം. അതിനുശേഷം അതിൽ ത്രെഡ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ ടേക്കപ്പ് ലിവറിൻ്റെ താഴെയായിട്ട് ഒരു ഹോൾ വരുന്നുണ്ട്. അതിലൂടെയും നമ്മൾ ത്രെഡ് പാസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ നീഡിലിന് കുറച്ച് മുകളിലായിട്ട് ഒരു ഹോളുണ്ട്. ഈ കാണുന്നത്. ഇതിലൂടെയും നമ്മൾ ത്രെഡ് പാസ് ചെയ്ത് അതിനുശേഷം നമ്മൾ നീഡിലോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ത്രെഡ് ഇട്ട് കൊടുക്കുമ്പോഴാണ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നത്. അതിലെന്തെങ്കിലും ഒരു പാളിച്ച പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിച്ച് വളരെ മോശമാകാൻ സാധ്യതയുണ്ട്. സോ ഇത് ചെയ്യുമ്പോൾ നല്ല കെയർഫുള്ളായിട്ട് ചെയ്യാം. ഇനി നമ്മളിതാ ത്രെഡ് നീഡിലോട്ട് കൊടുക്കുകയാണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ താഴത്തെ സ്റ്റിച്ച് കുടുങ്ങാനും ഒക്കെ നമ്മൾ ഈ ത്രെഡ് ഇടുന്നതിൽ മിസ്റ്റേക്കാണ് കാരണം. അതുകൊണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് ചെയ്യുക. ബിഗിനേഴ്സിനോടാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. നീഡിൽ ത്രെഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ത്രെഡിൻ്റെ അറ്റം ഒന്ന് പിടിച്ചിട്ട് ഹാൻഡ് വീലൊന്ന് കറക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ നീഡിൽ താഴോട്ട് പോയിട്ട് ബോബിനുള്ളിലെ ത്രെഡ് മുകളിലോട്ട് കൊണ്ടുവരും. താഴത്തെ ത്രെഡ് മുകളിലോട്ട് വന്നാൽ പിന്നെ നമ്മളത് കെയർഫുള്ളായിട്ടൊന്ന് വലിച്ചു കൊടുക്കുക. ശേഷം 2 ത്രെഡ് ഒരുമിച്ച് പിടിച്ചിട്ട് ത്രെഡ് ഗ്യാപ്പ് വഴി നമ്മൾ ഒരു സൈഡിലോട്ട് ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. നമുക്ക് ഫുഡ് പെഡൽ വെച്ചിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക. ജസ്റ്റ് ഫുഡ് പെഡൽ കുറച്ചൊരു പ്രഷർ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മെഷീൻ വർക്ക് ചെയ്യാൻ തുടങ്ങും. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. നമുക്ക് കാലുകൊണ്ട് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ ബട്ടൺ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഞാനൊരു യെല്ലോ കളർ ഫാബ്രിക് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ബട്ടൺ ഓൺ ചെയ്യുകയാണ്. ഈസി ആയിട്ട് നല്ല സ്മൂത്തായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. തുടക്കക്കാർക്ക് ഫുഡ് പെഡൽ കൺട്രോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും യൂസ് ചെയ്യുന്ന സമയത്ത് ഓൺ ഓഫ് ബട്ടൺ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. നമ്മുടെ സ്റ്റിച്ചൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പലരും കംപ്ലൈൻറ്റ് പറയുന്നത് കേട്ടിട്ടുണ്ട്, സ്റ്റിച്ച് കറക്റ്റ് ആവുന്നില്ല, താഴത്തെ സ്റ്റിച്ചിന് കുടുക്ക് വീഴുന്നു എന്നൊക്കെ. അതൊക്കെ നമ്മൾ നൂലിടുന്നതിൻ്റെ ഒക്കെ പ്രശ്നമാണ്. അതൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിച്ചിനൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. ഇനി നമുക്ക് ഈ ലൈറ്റ് ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഈ ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ലൈറ്റ് ഓൺ ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. നമ്മുടെ സ്റ്റിച്ചൊക്കെ നല്ല സ്മൂത്താണ്, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ 1000 രൂപയ്ക്കൊക്കെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ളൊരു മെഷീനാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ലിങ്ക് പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ സാധിക്കും. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.